ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ആളമർത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ജീവനും സ്വത്തും അഭിമാനവും ഒക്കെ സംരക്ഷിക്കാനായിട്ട് നമ്മിൽ നിന്ന് തന്നെ നികുതിപ്പണം സ്വീകരിച്ച് നമ്മളെ സംരക്ഷിക്കാനാണ് പോലീസ് സേന. പോലീസാണെങ്കിലും പട്ടാളമാണെങ്കിലും ഒക്കെ യഥാർത്ഥത്തിൽ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിനും ആ രാജ്യത്തിനകത്തെ സുരക്ഷിതത്വം കൈകാര്യം ചെയ്യുന്നത് അഥവാ ക്രമസമാധാന പാലനം എന്നാണ് പറയുക. ആ ക്രമസമാധാന പാലനം നമുക്ക് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയാണ് നമുക്ക് പോലീസുകാർ യഥാർത്ഥത്തിൽ ഒരു പ്രധാന സംഗതിയാണത്. ആ പോലീസുകാരില്ലെങ്കിൽ നമുക്ക് ക്രമസമാധാനമില്ല എന്ന് പറഞ്ഞാൽ ജയിലില്ലെങ്കിൽ എന്താ സ്ഥിതി? കുറ്റവാളികളെ അടച്ചിടാൻ ഒരു സ്ഥലമില്ല. എന്തിനാണ് കുറ്റവാളികളെ അടച്ചിടുന്നത്? കാരണം അവർ കൂടുതൽ സമൂഹത്തിൻ്റെ സുരക്ഷിതത്വം ഇല്ലാതാക്കും. അതാണ് ഇപ്പോൾ കള്ളന്മാരെ പുറത്ത് വിട്ടാൽ, വഞ്ചകന്മാരെ പുറത്ത് വിട്ടാൽ, അക്രമികളെ പുറത്ത് വിട്ടാൽ, അതോടൊപ്പം തന്നെ മറ്റു ബലാത്സംഗികളെ പുറത്ത് വിട്ടാൽ സ്വാഭാവികമായിട്ടും സുരക്ഷിതത്വത്തിന് ഭീഷണിയാണ്. അപ്പോൾ ഇപ്പോൾ അങ്ങനെയല്ല സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഭീഷണിയായിട്ടുള്ളവരെ ഒക്കെ ജയിലിലാക്കുകയും നോക്കണം, ആ ജയിലിലാക്കേണ്ട ചുമതല നമ്മുടെ പൗരന്മാരുടെ സുരക്ഷിതത്വം എന്ന നിലയ്ക്ക് അത് പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു നമ്മൾ. എന്നിട്ട് നമ്മൾ വീട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ്. ഭരണകൂടവും അവരെ ഏൽപ്പിച്ചിരിക്കുന്നു. നാം ഒരു മന്ത്രിയോട് വിളിച്ചു പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പരാതിയുമായിട്ട് നമ്മൾ ചെന്നാൽ എന്താ പറയുക? ഒരു മന്ത്രി, ആഭ്യന്തര മന്ത്രിയെ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് സാധാരണക്കാരനെ അങ്ങനെ കാണാൻ പറ്റൂല. അത് വേറെ രാഷ്ട്രീയക്കാരനാവണം. ഇനി അങ്ങനെ കണ്ടെത്തിയാൽ തന്നെ എന്താ പറയുക? ആ ഫോർവേഡ് ചെയ്തിരിക്കുന്നു SP-ക്ക്, അല്ലെങ്കിൽ DYSP-ക്ക്, അല്ലെങ്കിൽ SI-ക്ക്, അല്ലെങ്കിൽ CI-ക്ക്, അല്ലെങ്കിൽ അങ്ങനെയുള്ള റാങ്കിലുള്ള ആളുകൾക്ക് നിങ്ങളുടെ പരാതി അഥവാ നിങ്ങളുടെ ബോധിപ്പിച്ച പരാതി അന്വേഷിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ മേലേക്ക് റെഫർ ചെയ്തിരിക്കുന്നു. അതാണ് ഫോർവേഡ് ടു IG അല്ലെങ്കിൽ DIG. അപ്പോൾ രമൺ ശ്രീവാസ്തവ മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു സംഭവമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ വേണ്ടിയാണ് രമൺ ശ്രീവാസ്തവ അധികാരത്തിൽ വന്നത്. പിന്നീട് സിറാജുന്നിസ സംഭവത്തിൽ ഒരു പെൺകുട്ടിയെ വെടിവെച്ചുകൊണ്ട് അവൻ്റെ വർഗീയത വെളിപ്പെടുത്തിയത് നമ്മൾ കണ്ടു. ഇതേമാതിരി തന്നെയാണ് ഇപ്പോഴത്തെ ഈ അജിത് കുമാർ ആയാലും സൂർജിത് ദാസ് ആയാലും ഇവരൊക്കെ മൂന്ന് ദുർഗുണങ്ങളാണ് ഇവരിലുള്ളത്. ഒന്ന്, ഇവർക്ക് ഭയങ്കരമായ വർഗീയത അഥവാ മുസ്ലിം വിരോധം. അതാണ് പോലീസിലെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു വികാരം കാണുന്നത്. പിന്നെ ഇവർക്ക് ആർത്തിയാണ്, പണത്തോടുള്ള ആർത്തി. പിന്നെ ഇവർക്ക് സ്ത്രീകളോടുള്ള ആർത്തി. ഈ മൂന്ന് കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേരള പോലീസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം കുറേ കാലമായിട്ട്. അപ്പോൾ സത്യത്തിൽ ഇവരെയൊക്കെ പിടിച്ച് കൊണ്ടുപോയിട്ട് ഇവർക്ക് നല്ല ട്രെയിനിങ് അല്ലേ കിട്ടുന്നത്? ഇവർ ട്രെയിനിങ്ങിന് പോകുന്നത് എവിടേക്കാണ്? മനുഷ്യനെ കൊല്ലാനാണ് ഇവർ പഠിക്കുന്നത്. നിരപരാധികളെ എത്രത്തോളം ഉപദ്രവിക്കാം, നിരപരാധികൾക്കുമേൽ ഞങ്ങൾ ഇപ്പോൾ FIR ഇട്ടിട്ട് തന്നെ കാലാകാലം കൂട്ടിൽ കിടത്തുന്ന പരിപാടി ഞങ്ങൾക്കറിയാമെന്ന് ഉത്ബുദ്ധരായ പ്രജകളോട്, സാക്ഷരരായ മലയാളികളോട് പോലും ഈ കേരളത്തിലെ ഒരു കോൺസ്റ്റബിൾ സ്റ്റേജിലുള്ള ആൾ പോലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. അതിനവർക്ക് സാധിക്കും. തീർച്ചയാണ് അയാൾ പറഞ്ഞത്. കാരണം മര്യാദയ്ക്ക് ഞങ്ങൾ ചോദിക്കുന്ന പൈസ തന്നില്ലെങ്കിൽ, നമുക്കറിയാം ഹെൽമറ്റ് വേട്ടയുടെ കാര്യത്തിൽ, അതോടൊപ്പം തന്നെ കിള്ളിയിലൊക്കെ ഉണ്ടായ ഒരു സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തിനാണ് യഥാർത്ഥത്തിൽ ഇവരിങ്ങനെ ജനങ്ങളുടെ സ്വത്തിനും അവരുടെ ജീവനും അവരുടെ അഭിമാനത്തിനും സംരക്ഷണം എന്ന ചുമതല ഏൽപ്പിച്ചിട്ട് അവർ ചെയ്യുന്നത് ഈ പ്രജകളെ അങ്ങേയറ്റം മനോരോഗികളും എന്താ പറയുക മാനഭംഗത്തിന് വിധേയരായവരും സ്വത്ത് നഷ്ടപ്പെട്ടവരുമൊക്കെ ആക്കി തീർക്കുന്നു. എന്നിട്ട് ഇവരെന്താ ചെയ്യുന്നു? ഇപ്പോൾ എങ്ങനെയാണ് ഒരു ഉദ്യോഗസ്ഥന് യഥാർത്ഥത്തിൽ അയാളുടെ ശരാശരി ഒരു ജോലി പീരീഡ് എത്ര കൊല്ലമാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എത്രയായാലും ഒരു ഉയർന്ന സ്റ്റാൻഡിലുള്ള ആൾ കയറി വന്നവർ 5 കൊല്ലം 10 കൊല്ലമുള്ളൂ. അയാൾക്ക് ഒരു സത്യത്തിൽ അയാൾക്ക് കൊടുക്കാവുന്ന ശമ്പളം ഒരു 50,000 റുപ്യക്ക് താഴെ കൊടുക്കാൻ പാടുള്ളൂ. ഈ ആളുകളെ മുഴുവനും പട്ടിണിക്ക് ഇട്ടിട്ട് അയാൾക്ക് 2 ലക്ഷവും 3 ലക്ഷവും വാരി കൊടുത്തു. അങ്ങനെ കൊടുത്താൽ പോലും അയാൾക്ക് 1 കോടി ഉറുപ്പിക പോലും സമ്പാദിക്കാനായിട്ട് കഴിയില്ല. ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഇപ്പോൾ കോടികളുടെ
10 കോടിയും 20 കോടിയും ചിലവാക്കിയിട്ട് വീടും സ്ഥലവും വാങ്ങി മറ്റു പല സംസ്ഥാനങ്ങളിലും അവർക്ക് സ്വത്തുക്കളുണ്ട്. അപ്പോൾ ആരുടേതാണ്? ഇതര പൗരന്മാരുടെ അഥവാ പൗരന്മാരുടെ ചോരയും നീരും കുടിച്ച് അവരിങ്ങനെ കൊടുക്കുകയാണ്. പൗരന്മാരുടെ സ്വത്തിനും ജീവനും അഭിമാനത്തിനും സംരക്ഷണം നൽകണമെന്ന് പറഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും പൗരന്മാരെ അവർ ബേജാറാക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും ചെമ്മനം ചാക്കോ സാറ് പറഞ്ഞതുണ്ട് ഒരു ഭാഗത്ത്. അതോടൊപ്പം തന്നെ ഇടതുപെട്ട സഹയാത്രികനായ വിജയൻ സാറ് പറഞ്ഞ ഒരു വാക്കുണ്ട്. എന്താണ്? എന്തിനാണ് യഥാർത്ഥത്തിൽ ഒരു ഓഫീസിൽ, കേരളത്തിലെ ഒരു ഓഫീസിൽ നാളെ എനിക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഉറങ്ങുകയില്ല. കാരണം അത്രയ്ക്ക് പേടിയാണ് സാധാ ഓഫീസിൽ. ഈ സാഹചര്യത്തിൽ ഒരു പോലീസ് സ്റ്റേഷനിലാണ് നാളെ കയറേണ്ടതുണ്ടെങ്കിലോ നമ്മൾ ജീവൻ തന്നെ അങ്ങോട്ട് കളയും. തീർച്ചയായിട്ടും അവിടെ കയറുക എന്ന് പറഞ്ഞാൽ അഭിമാനം സംരക്ഷിച്ചുകൊണ്ട് തിരിച്ചു വരാൻ ഒരിക്കലും സാധിക്കില്ല. ഇവരാണ് നമ്മുടെ രാജ്യത്തിൻ്റെ എപ്പോഴും കട്ടുമുടിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, നമ്മുടെ അഭിമാനം സംരക്ഷിക്കാൻ നിർത്തുന്ന ഈ ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ അഭിമാന ധ്വംസനം നടത്താൻ, അഭിമാനക്ഷതം നടത്താൻ ഒരു സ്റ്റേഷനിൽ കയറിയിട്ട് തിരിച്ചു വരിക എന്നത് എന്തുമാത്രം ദുഷ്കരമാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഒരു കൊള്ള സങ്കേതത്തിലേക്ക് കടന്നു ചെന്നിട്ട് പോലും ധൈര്യമായിട്ട് നമുക്ക് കടന്നു ചെല്ലാം ഒരു കൊള്ള സങ്കേതത്തിലേക്ക്. പക്ഷേ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് നമുക്ക് അങ്ങനെ നിർഭയത്വത്തോടെ കടന്നു ചെല്ലാൻ പറ്റില്ല. അവിടെ ഇട്ട് നമ്മളെ മാനം കെടുത്തും. അവിടെ പ്രായത്തിൻ്റെ കണക്കൊന്നുമില്ല. മുതിർന്ന വയോധികനോട് പോലും അവർ എടാ പോടാ കള്ള ഇങ്ങനെയൊക്കെ പറയൂ. ഇരിക്കാൻ പോലും ഒന്ന് ഇരിക്കൂ എന്ന് ഒരു ആംഗ്യത്തിന് പോലും പറയില്ല. കാരണം അവരേക്കാൾ അതാണ് എനിക്കിപ്പോഴും ഓർക്കുന്നു. ഈ എന്താ പറയുക, അക്ബർ കക്കട്ടിലിൻ്റെ ഒരു കഥയിൽ പറയുന്നുണ്ട് ഇത്. ഞാൻ റിട്ടയേർഡായിട്ടുള്ള അധ്യാപകൻ. ആ അധ്യാപകൻ സ്വാഭാവികമായിട്ട് ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു. അതാണ് കഥ. അപ്പോൾ അദ്ദേഹം ഈ തന്നെ വന്നു കണ്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസുണ്ട്, അതുമായി ബന്ധപ്പെട്ട് ഒന്ന് വരണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചു കൊണ്ടുപോവുകയാണ് യഥാർത്ഥത്തിൽ. അങ്ങനെയാണ് ആ സുഹൃത്തിനോടൊപ്പം എൻ്റെ ശിഷ്യനുണ്ടല്ലോ അവിടെ, ആയിക്കോട്ടെ അത് നമ്മൾക്ക് പറഞ്ഞു തീർക്കാം എന്ന നിലക്കാണ് ഈ വയോധികനായ റിട്ടയേർഡ് മാഷ് ഈ സുഹൃത്തിനെയും കൂട്ടി പോലീസ് സ്റ്റേഷനിലെത്തുന്നു. സ്വാഭാവികമായിട്ടും അവിടെ ഒരേ ഒരു ചെയറാണ് അന്ന് കണ്ടത്. എനിക്കറിയില്ല, സാധാരണ ഞാനും പോലീസ് സ്റ്റേഷനിൽ വേണ്ടാത്തതിനൊന്നും അല്ലെങ്കിലും ഒരു അനിവാര്യമായ ഘട്ടത്തിൽ എന്നെ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. കാരണം നിരപരാധിയായ എന്നെ പിടിച്ചു കൊണ്ടുപോയിട്ട് അവിടെ ഒരു ഏകദേശം ഒരു 10-15 ദിവസത്തോളം എന്നെയും വല്ലാതെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. വളരെ മോശമായ രീതിയിൽ അഭിമാനക്ഷതം വരുത്തി. അപ്പോൾ ഇരിക്കാൻ പോലും സ്ഥലമില്ല. മാത്രമല്ല എൻ്റെ കാലിന് ഭയങ്കര വേദനയുള്ള ഒരു സമയത്ത് അവിടെ ഒരു സ്റ്റൂൾ ഉണ്ടായിരുന്നു. ആ സ്റ്റൂളിൽ ഞാൻ ഇരുന്നതോടുകൂടെ ആ പോലീസുകാരൻ എന്താ പറയുക, ഒരു സിംഹ മോഡൽ ഗർജിക്കുകയും എന്നെ അവിടുന്ന് ആട്ടിവിടുകയും ചെയ്തു. യഥാർത്ഥത്തിൽ എടോ തൻ്റെ അമ്മായിയമ്മയുടെ തറവാടാണോ ഇത് എന്ന് ചോദിച്ചു CI. അപ്പോൾ ഞാൻ ചെയ്ത തെറ്റെന്താണ്? അതെന്നെ ബോധ്യപ്പെടുത്തിയില്ല. ഞാൻ അവിടെ കണ്ട ഒരു തലയിൽ കണ്ട ഒരു സ്റ്റൂളിൽ ഒന്നിങ്ങനെ ഇരുന്നു എന്ന് മാത്രമാണ്. രാവിലെ പോയി ഉച്ചവരെ അവിടെ നിൽക്കേണ്ടി വന്ന ആ വിഷമത്തിൽ ഒന്ന് ഇരുന്നു. ആ ഒറ്റ കാരണത്താൽ ആ CI എന്നെ തൻ്റെ ലാത്തിയോങ്ങി അപമാനിച്ചു, പ്രയാസപ്പെടുത്തി. അതോടൊപ്പം തന്നെ അവിടുത്തെ മറ്റു ഏമാന്മാരൊക്കെ കൂടിയിട്ട് വളരെ പരിഹാസ്യമായ വാക്കുകൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത് അക്ബർ കക്കട്ടിലിൻ്റെ കഥയിലേക്കാണ്. തൻ്റെ ശിഷ്യനുണ്ടല്ലോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് വിളിച്ചു കൊണ്ടുപോയി അവിടെ ചെന്ന് ഒരു കണ്ട സ്റ്റൂളിൽ അദ്ദേഹം ഇരുന്നു. ആ ശിഷ്യൻ കണ്ട ഭാവം നടിച്ചില്ല. എഴുന്നേൽക്കടോ എന്ന് പറഞ്ഞു. ഞാൻ നിൻ്റെ ഗുരുവാണ്, അതൊന്നും ഇവിടെ നമ്മൾ തമ്മിലുള്ള ബന്ധം ദൃഢപ്പെടുത്താൻ വേണ്ടിയുള്ളതല്ലടോ ഈ ഓഫീസ് എന്ന് പറഞ്ഞ് എനിക്ക് തന്നെ അറിയില്ല എന്താണ് തൻ്റെ പ്രശ്നം, അപ്പോൾ ഇന്നെ പ്രശ്നമാണെന്ന് പറഞ്ഞു. വളരെ ആക്ഷേപിച്ചു, അപമാനിച്ചു വിട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് പോലീസ്. അപ്പോൾ നമ്മുടെ അഭിമാനം സംരക്ഷിക്കാൻ, നമ്മുടെ ജീവൻ സംരക്ഷിക്കാൻ, നമ്മുടെ സ്വത്ത് സംരക്ഷിക്കാൻ എന്നൊക്കെ വെറുതെ പറഞ്ഞ് നമ്മുടെ ജീവന് ഭീഷണിയാണ്, നമ്മുടെ അഭിമാനത്തിന് ഭീഷണിയാണ്, നമ്മുടെ സ്വത്തിന് ഇവർ ഭീഷണിയാണ്. എങ്ങനെ? നല്ല കൈക്കൂലി വാങ്ങും. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. എങ്ങനെയാണ് ഇവർക്ക് കിട്ടുന്ന 1 കോടി പോലും സംരക്ഷിച്ച് വെക്കാൻ കഴിയില്ല ഇക്കാലത്ത്.
അവരുടെ ശമ്പളം കഴിഞ്ഞിട്ട് അവരുടെ ജീവിതം കഴിഞ്ഞ് താമസം കഴിഞ്ഞ് ഒരു ഉയർന്ന ജോലിയിൽ കിട്ടുന്ന ഒരു 5-6 വർഷം കൊണ്ട് 1 കോടി പോലും ഉറുപ്പിക സേവ് ചെയ്ത് വെക്കാൻ കഴിയില്ല. ഈ സാഹചര്യത്തിൽ അവരാണ് 10 കോടിയുടെയും 15 കോടിയുടെയും തുല്യതയില്ലാത്ത അമേരിക്കൻ മോഡൽ ഭയങ്കരമായ കെട്ടിടങ്ങളും വീടുകളും രമ്യഹർമ്മങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ അതിന് അവർക്ക് പണത്തിനോട് ആർത്തി. അതാണ്. അപ്പോൾ നമ്മുടെ സമ്പത്ത് മുഴുവനും അവരുടെ പോക്കറ്റിലേക്ക് ആക്കുന്നു. അപ്പോൾ നമ്മുടെ സ്വത്തിന് അവരെന്ത് ചെയ്യുന്നു? നമ്മുടെ സ്വത്ത് അവർ കവർന്നെടുക്കുന്നു. നമ്മുടെ സ്വത്ത് സംരക്ഷിക്കാനാണ് ഇവരാക്കിയത്. എന്നതുപോലെ തന്നെ നമ്മുടെ ഒരു ഭാര്യയുമായിട്ടോ പെങ്ങളുമായിട്ടോ നമ്മൾ സ്വന്തമോ അവിടെ ചെന്നാലോ നമ്മുടെ അഭിമാനത്തെ അവർ കവർന്നെടുക്കുന്നു. നമ്മുടെ സഹോദരിമാരുടെ അഭിമാനം കവരുന്നു. നമ്മുടെ ഭാര്യയുടെ അഭിമാനം കവരുന്നു. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ അഭിമാനക്ഷതം വരുത്തി. ഇനി ജീവനോ ഇന്ന് വരെയും കേട്ടിട്ടുള്ളത് പേടിയോടുകൂടെ അല്ലാതെ. ഇപ്പോൾ ഈ താടൂർ നടന്ന താമ്ര ജിഫ്രി പിന്നീട് എന്താ കാണുന്നത്? അദ്ദേഹത്തിൻ്റെ ബോഡി പോലുമില്ല. നമ്മൾ കണ്ടിട്ടുണ്ട് പഴയ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത്, അടിയന്തരാവസ്ഥ കാലത്ത് രാജൻ്റെ ശരീരം ആ ബോഡിയെങ്കിലും ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് അദ്ദേഹം എത്ര കാലമാണ് കോടതി കയറി ഇറങ്ങിയത്? അതിന് കഴിഞ്ഞില്ല. അപ്പം നമ്മുടെ പോലീസ്, എനിക്ക് തോന്നുന്നു, ഞാൻ പറയുന്നത് ഈ പോലീസുകാരെ യഥാർത്ഥത്തിൽ വേശ്യാലയത്തിലത്തെ പണിക്ക്, വേശ്യാലയത്തിൻ്റെ ചുമതലയും അതിനകത്തും പുറത്തുമൊക്കെയുള്ള പണി എടുത്തിട്ടാണ് അവർക്ക് കൊടുക്കേണ്ട പണി അവിടെയാണ്. എന്നാൽ അവർക്ക് സ്ത്രീകളുടെ സുരക്ഷിതത്വം കിട്ടും. എന്നാൽ അവർക്ക് ഇഷ്ടം പോലെ പണം കിട്ടും. കാരണം പുരുഷവേശികളായി മാറുന്നതാണ് ഇവർക്ക് നല്ലത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്വാഭാവികമായിട്ടും പുരുഷന്മാർ, ഇപ്പോൾ സ്ത്രീകൾ വേശ്യാലയത്തിലുള്ളതുപോലെ തന്നെ കുറേ വേശ്യകൾ പുരുഷന്മാരാക്കിയിട്ട് ഇവരെ നിർത്താം. അങ്ങനെ അപ്പോൾ മാത്രമേ അവർക്ക് ഇവിടെ എന്ത് സംഭവിക്കുള്ളൂ? എന്തിനാണ് യഥാർത്ഥത്തിൽ വേശ്യാലയം എന്ന ചോദ്യത്തിന് യഥാർത്ഥത്തിലുള്ള മറുപടി എന്താണ്? വേശ്യാലയം ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിൻ്റെ പ്രജകളുടെ സുരക്ഷിതത്വത്തിനാണെന്നാണ് പറയുന്നത്. എങ്ങനെ? കാരണം തങ്ങൾക്ക് വൈകാരികമായിട്ട് സമീപിക്കാൻ ഒരു പ്രത്യേകമായി ഫീസ് അടച്ച് ലൈംഗിക തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെടാം. അപ്പോൾ മറ്റുള്ള സ്ത്രീകളെ സുരക്ഷിതത്വം ഉണ്ടാകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെ അതാണ് നല്ലത്. ഇവരെ ആ വേശ്യാലയത്തിലെ ആളുകളാക്കി നിർത്തിയാൽ അവർക്ക് ഇഷ്ടപ്രകാരം ആരുമായിട്ടും ലൈംഗിക പേരിന് അവർക്കൊരു ഭാര്യയും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഏറ്റവും നല്ല സ്ഥലം അവർക്ക് പറ്റിയത് അവിടെയാണ്. അപ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ടും നേട്ടമുണ്ടാക്കാം. അവർക്ക് പിന്നെന്താണ്, അവരുടെ വൈകാരിക ശമനം ഉണ്ടാക്കാം. പിന്നെ അവർക്ക് എന്താ ഉള്ളത് വെച്ചാൽ ഇത് രണ്ടും തന്നെ, ഈ 2 കാര്യങ്ങളുമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ പറിച്ചു കീറപ്പെടുന്നത്. നമ്മുടെ സഹോദരിമാരുടെ നമുക്ക് നിർഭയത്വത്തോടുകൂടെ ചെല്ലാൻ കഴിയാത്ത വണ്ണം അങ്ങേയറ്റം ബേജാറോടുകൂടെ മുന്നോട്ട് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിഡോക്ക്. ഞാൻ വായിച്ച ഒരു പുസ്തകത്തിലെ ഒരു കഥയാണ്. ഫ്രാൻസിൽ കൊള്ള തടയാൻ കഴിയാതിരുന്നപ്പോൾ ഫ്രാൻസിൽ ആഭ്യന്തരമന്ത്രിയായിട്ട് വിഡോക്ക് എന്ന് പേരായ കൊള്ളത്തലവനെയാണ് നിയോഗിച്ചത് എന്ന്. അപ്പോൾ എന്തിനാണത്? കാരണം അയാൾ ആഭ്യന്തരമന്ത്രി ആയതോടുകൂടെ സ്വാഭാവികമായിട്ടും ഈ പോലീസ് വിഭാഗത്തിൻ്റെ തലപ്പത്ത് അയാൾ വന്നതോടുകൂടെ അവിടെ കൊള്ള നിയന്ത്രിക്കപ്പെട്ടു, കൊള്ളയില്ലാതായി. എന്നതുപോലെ തന്നെ ഇവിടെ പോലീസ് തലപ്പത്ത് വരേണ്ടത് ഈ വേശ്യാലയത്തിൽ പണിയെടുക്കുന്നവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീകളുടെ ചാരിത്രശുദ്ധി, സ്ത്രീകൾക്ക് നിർഭയത്വത്തോടെ, അതോടൊപ്പം ഈ മറ്റു ആളുകൾക്കൊക്കെ അവിടെ പോകാൻ നിർഭയത്വത്തോടുകൂടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്രമാത്രം പരിഹാസ്യമായിട്ട് ഈ സാധാരണക്കാരൻ്റെ പണമെടുത്ത് നോക്കണം, ഈ തീറ്റിപ്പോറ്റി അവരെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം മാത്രമല്ല. ഏതു രാഷ്ട്രീയക്കാരനായാലും, ഭരണകക്ഷിയുടെ ആയാലും പ്രതിപക്ഷ കക്ഷിയുടെ ആയാലും ഇവരൊക്കെ ഒറ്റക്കെട്ടാണ്. അജിത് കുമാർ എന്ന് പറയുന്ന ഈ ഫ്രോഡായ ക്രിമിനലിനെ ഇപ്പോഴും അറസ്റ്റ് ചെയ്ത് തടവിലിടേണ്ട സമയമാണ്. പക്ഷേ ഒന്നും ചെയ്തിട്ടില്ല. മറിച്ച് കേസൊക്കെ വരാൻ പോകുന്നത് ഇനി അൻവറിന് നേരെ ആയിരിക്കുമെന്നാണ് നമ്മൾ കാണേണ്ടത്. എന്ന് പറഞ്ഞാൽ ഇവിടെ യാമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ നമ്മൾ കണ്ടു, അതിൽ കുറ്റവാളിയായിട്ടുള്ള ഓരോരുത്തരെയും അഥവാ മുകേഷ് മുതൽ അവരെ ഒന്നും പുറത്താക്കേണ്ട ആവശ്യമില്ല, അവർക്കൊന്നും ഒരു പാർട്ടി ശിക്ഷാ നടപടി കൊടുക്കേണ്ടതില്ല. ഇത്തരത്തിൽ വൾഗറായിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഭരണകക്ഷിയായാലും ഇപ്പുറത്തുള്ള പ്രതിപക്ഷ കക്ഷിയായാലും ബുദ്ധിയോടുകൂടെ ഏറ്റെടുത്ത് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം നമുക്ക് ഇനി സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.